പ്രിയപ്പെട്ടവരെ, വിശുദ്ധ അൽഫോൻസാമ നമ്മുടെ ഭാരതത്തിൻ്റെ പ്രഥമ വിശുദ്ധ, വിശുദ്ധരിലൂടെ വിശുദ്ധിയിലേക്ക് എന്നുള്ള ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് ആദ്യമായി ഒരു വിശുദ്ധയെ പരിചയപ്പെടുത്തുന്ന തരത്തിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. 36 വർഷത്തെ ഈ ഭൂമിയിലെ ജീവിത കാലഘട്ടത്തിൽ നമ്മൾ ഒത്തിരി സംഭവങ്ങൾ ഈ വിശുദ്ധയെക്കുറിച്ച് ഇതിനോടകം കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. അൽഫോൻസാമയെ അറിയാത്തവരായി ഭാരതത്തിൽ ആരും ഉണ്ടാവുകയില്ല. ജൂലൈ മാസം 28-ാം തീയതിയാണ് വിശുദ്ധയുടെ തിരുനാൾ. ഈ വിശുദ്ധ ഈ ഭൂമിയിൽ നിന്ന് യാത്ര പറഞ്ഞ നിമിഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി ആദ്യമായി തന്നെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. മാമ്പുഴയ്ക്കൽ റോമുളൂസ് അച്ഛൻ്റെ സ്നേഹബലി എന്നുള്ള പുസ്തകത്തിൽ ആ അന്ത്യ നിമിഷങ്ങളും ആ മൃതസംസ്കാര ശുശ്രൂഷയും അച്ഛൻ നടത്തിയ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളുമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അൽഫോൻസാമയുടെ മരണശേഷം ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് വടക്കേലച്ചൻ അപ്പോൾ തന്നെ പ്രഖ്യാപിക്കുകയാണ്, ഷീ വാസ് എ സെയിൻറ്റ്, ഒരു വിശുദ്ധയായിരുന്നു. അദ്ദേഹമാണ് അൽഫോൻസാമയുടെ മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് മുമ്പ് ഒരു ചിത്രമെടുക്കുന്നതിനുള്ള കാര്യങ്ങൾ അവിടെ ക്രമീകരിച്ചത്. അന്നോളം മരിക്കുന്ന സന്യാസിനികളുടെ ചിത്രം എടുക്കുന്ന ഒരു പതിവില്ല. ഇടവക വികാരിയുടെ ഭാഗത്തു നിന്നുണ്ടായ മറ്റൊരു പ്രവൃത്തി, പുതുതായി പണി കഴിപ്പിച്ച സെമിത്തേരി കല്ലറയിൽ ഒരു മൂലയ്ക്കാണ് ആദ്യത്തെ ആ കല്ലറ തുറന്ന് അടക്കാനായിട്ട് ഉള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അദ്ദേഹം മധ്യഭാഗത്തേക്ക് ചൂണ്ടി, ഇവിടെ ആവട്ടെ അതെന്ന് പറയുകയാണ്. പിൽക്കാലത്ത് എല്ലാവർക്കും വന്ന് നിൽക്കുന്നതിന് സൗകര്യപ്പെടുന്ന രീതിയിൽ അതൊരു മധ്യഭാഗത്തേക്ക് നീക്കി. മൃതസംസ്കാര ശുശ്രൂഷയിൽ ഏറെ ഹൃദയഭേദകമായ ചില കാര്യങ്ങൾ നടന്നു. സാധാരണഗതിയിൽ പ്രിയപ്പെട്ടവരാണ് സന്യാസിനിമാരുടെ ശവമഞ്ചം വഹിച്ചുകൊണ്ട് പോവുക. ആകെ 5ഓളം പേരാണ് അൽഫോൻസാമയ്ക്ക് വേണ്ടപ്പെട്ടവരായി ആ മൃതസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കുക. പിതാവ് ഔസേപ്പ്, സഹോദരി പുത്രി ധർമ്മ, അതുപോലെ ഒരു അകന്ന ബന്ധു, ഒരു അയലോക്കംകാരൻ ഔദ, ഇങ്ങനെ വിരലിലെണ്ണാവുന്ന കുറച്ച് പേര് മാത്രമാണ്. ഈ ശവമഞ്ചം എടുത്തുകൊണ്ട് പോകുന്നതിനുള്ള പരിപാടികൾ അവിടെ നടക്കുമ്പോൾ സിസ്റ്റേഴ്സ് ചോദിക്കുന്നുണ്ട്, ഇതാരെടുക്കും? അവസാനം വികാരിയച്ഛൻ ആവശ്യപ്പെട്ടു, നിങ്ങൾ തന്നെ അത് സംഭവിക്കുക. അങ്ങനെ അൽഫോൻസാമയുടെ പൂജ്യമായ ആ ശരീരം പള്ളിയിലേക്ക് സിസ്റ്റേഴ്സ് തന്നെ കൊണ്ടുവരികയാണ്. മൃതസംസ്കാര ശുശ്രൂഷയിൽ മാമ്പുഴയ്ക്കൽ റോമുളൂസ് അച്ഛൻ നടത്തുന്ന പ്രസംഗം ഏറെ പ്രസക്തമാണ്. അദ്ദേഹം പിതാവിനോട് ഇങ്ങനെ പറഞ്ഞു, പരേതയുടെ പിതാവേ, സങ്കടപ്പെടരുത്. ഒരു വിശുദ്ധയുടെ പിതാവാകുവാൻ ഭാഗ്യം ലഭിച്ചതിനെ ഓർ ദൈവത്തിന് നന്ദി പറയാം. വിശുദ്ധയുടെ സഹോദരി കണ്ണുനീർ വാർത്ത് കരയരുത്, ദൈവത്തിന് നന്ദി പറയുക. അതുപോലെ മഠത്തിലെ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു, സമർപ്പിത സഹോദരിമാരെ, നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങൾ കണ്ണുനീർ വാർക്കരുത്. ഇതുപോലെ വീരോചിതമായ ഒരു ജീവിതം നയിച്ച സഹസന്യാസിനിയെ ശുശ്രൂഷിക്കുവാനും അവളോടൊത്ത് ജീവിക്കുവാനും ഭാഗ്യം ലഭിച്ചതോർത്ത് നിങ്ങൾ നന്ദി പറയുക. റോമുളൂസ് അച്ഛൻ പറയുകയാണ്, ഒരുപക്ഷെ ഈ സന്യാസിനിയുടെ ആന്തരിക ജീവിതത്തെക്കുറിച്ച് യഥാർത്ഥമായ ബോധ്യമുണ്ടായിരുന്നെങ്കിൽ കേരളത്തിലെ മുഴുവൻ വൈദികരും ഒരുപക്ഷെ ഇവിടെ സമ്മേളിക്കുമായിരുന്നു. എന്നാൽ ഈ ഭരണജ്ഞാനം ഭാരതത്തിൻ്റെ ലിസ്യുവായി പരിണമിക്കും. ഇവിടെ മെത്രാന്മാരെന്നല്ല, കർദിനാൾമാർ വരെ ഈ കുഴിമാടത്തിൽ നിന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ റോമുളൂസ് അച്ഛൻ ഇങ്ങനെ ചില കാര്യങ്ങൾ പ്രവചനം പോലെ പറഞ്ഞു വെച്ച് ആ മൃതസംസ്കാര ശുശ്രൂഷ അവിടെ അവസാനിച്ചു. 29-ാം തീയതിയാണ് ജൂലൈ മാസം. 30-ാം തീയതി ചില കാര്യങ്ങൾ സംഭവിച്ചു. ചെറിയ സംഭവങ്ങളാണ്. ഭരണജ്ഞാനത്തെ LP സ്കൂളിൽ 4-ാം തരത്തിൽ പഠിക്കുന്ന ജേക്കബ് കട്ടയ്ക്കൽ എന്നൊരു വിദ്യാർത്ഥി, അദ്ദേഹം അവിടുന്ന് 2 കിലോമീറ്റർ അകലെയുള്ള ആൻറ്റിയുടെ വീട്ടിൽ നിന്നാണ് ഈ പയ്യൻ പഠിക്കുന്നത്. ആൻറ്റി വൈകുന്നേരത്തെ പ്രാർത്ഥനയുടെ സമയത്ത് ഈ പയ്യനോട് പറയുകയാണ്, മോനെ, ഇന്ന്
നമ്മുടെ ഭരണങ്ങാനത്തെ ക്ലാരമഠത്തിലൊരു സിസ്റ്റർ മരിച്ചു. അവസാന നാളുകളിൽ ദിവ്യകാരുണ്യം മാത്രമേ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു അത്ഭുതകരമായ ജീവിതമായിരുന്നു ആ സിസ്റ്ററിൻ്റേത്. ഈ പയ്യൻ്റെ മനസ്സിൽ ഇത് പതിഞ്ഞു. പിറ്റേ ദിവസം സ്കൂളിലേക്ക് പോയി. സ്കൂളിലെ ക്യാൻറ്റീനിൽ ഭക്ഷണം വയ്ക്കുന്ന, ഹോസ്റ്റലിലെ ക്യാൻറ്റീനിൽ ഭക്ഷണം വയ്ക്കുന്ന ആള് അന്നത്തെ നാണയമായിരുന്ന ഒരു ചക്രം ഈ പയ്യന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇന്നലെ മരണമടഞ്ഞ ആ സിസ്റ്ററിൻ്റെ കല്ലറയിൽ ഈ തിരി വാങ്ങി കത്തിക്കണം. ജേക്കബ് കട്ടക്കൽ എന്ന ആ വിദ്യാർത്ഥി ഏതാനും സുഹൃത്തുക്കളെ കൂട്ടി സെമിത്തേരിയിലേക്ക് തിരിയുമായി പോവുക. ഇത് ചരിത്രമാണ്. പുഷ്പങ്ങൾ വാടിയിട്ടില്ല, സെമിത്തേരി അടച്ചു കിടക്കുകയാണ്. അവർ ചാടിക്കടന്ന് കല്ലറ തപ്പി കണ്ടുപിടിച്ച് അവിടെ തിരി കത്തിച്ചു. പിന്നീട് ചരിത്രം ഇങ്ങനെയാണ് പറയുക, ആ കല്ലറയിൽ കത്തിക്കപ്പെട്ട തിരികളുടെ ആധിക്യ നിമിത്തം അതെപ്പോഴും ചുരണ്ടിക്കളയുന്നതിന് വേണ്ടി 2 സന്യാസിനിമാർ അവിടെ നിയോഗിക്കപ്പെട്ടു. അവിടെ തിരികളെരിഞ്ഞു, അത്ഭുതമനവധി ഉണ്ടായി. നാനാജാതികൾ ഖബറിനരികെ ആ അമ്മയോട് പ്രാർത്ഥിച്ചു. ആ പ്രദേശത്തുള്ള അക്രൈസ്തവ ഭവനങ്ങളിൽ പോലും വിശുദ്ധ അൽഫോൺസാമയുടെ ചിത്രമുണ്ട്. കാരണം പിള്ളേര് വന്ന് തിരി കത്തിച്ച് പ്രാർത്ഥന തുടങ്ങി. അൽഫോൺസാമയ്ക്ക് കുട്ടികളോടുണ്ടായിരുന്ന ബന്ധം വളരെ വലുതാണ്. അപ്പോൾ അൽഫോൺസാമയെ നറുക്കിട്ട് കിട്ടിയിരുന്ന കുട്ടികൾ പരീക്ഷയ്ക്ക് ജയിക്കുമായിരുന്നു. ഒരു നറുക്കിട്ട് ഓരോ സിസ്റ്റേഴ്സിൻ്റെ പേരെടുക്കും. അൽഫോൺസാമയെ കിട്ടിയവർ അവിടെ ചെന്ന് അൽഫോൺസാമയോട് പ്രാർത്ഥിക്കണം എന്ന് പറയും. അവർ പരീക്ഷയ്ക്ക് ജയിക്കുമായിരുന്നു. എന്നാൽ അവരുടെ പ്രാർത്ഥനകളിൽ മറ്റ് പല പ്രാർത്ഥനകളും അവർ കൂട്ടിച്ചേർത്തപ്പോൾ ആ പ്രദേശത്ത് അൽഫോൺസാമ പലർക്കായിട്ട് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ അവരുടെ മാതാപിതാക്കൾ ഈ കുഴിമാടത്തെങ്കിലേക്ക് വന്നു. ഇത് ചെന്നെത്തി നിന്നത് എത്രത്തോളം വലിയ ഒരു മഹാസംഭവത്തിലാണ്. നമ്മുടെ ഇന്ത്യയിൽ അൽഫോൺസാമയുടെ രൂപം വെച്ച് നാണയങ്ങൾ പുറത്തിറങ്ങി, സ്റ്റാമ്പുകൾ. അതിറക്കുമ്പോൾ തപാൽ രംഗത്ത് വലിയ കോളിളക്കം സൃഷ്ടിക്കപ്പെട്ടു. ഇതൊക്കെ ആരെങ്കിലും ഉപയോഗിക്കുമോ? അതിന് ആവശ്യക്കാരേറെയായിരുന്നു. 5 ലക്ഷം സ്റ്റാമ്പുകളാണ് അവർ പുറത്തിറക്കിയത്. അത് പോരാതെ വന്നു എന്നുള്ളതാണ് സത്യം. അതിന് വീണ്ടും ഭയങ്കര ഡിമാൻഡുണ്ടായി. ഈ 28-ാം തീയതിയും 29-ാം തീയതിയും 30-ാം തീയതി, നമ്മൾ 29-30-ാം തീയതിയാണ് കണ്ടത്. നമുക്ക് 28-ാം തീയതി അൽഫോൺസാമയുടെ മരണരംഗങ്ങൾ ഒന്ന് എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. അത് കണ്ടുനിന്ന ദൃക്സാക്ഷികൾ പറയുന്നത്. അൽഫോൺസാമയുടെ മരണത്തെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുക: ഒരു ഭാരക്കുറവുള്ള പക്ഷി ഇങ്ങനെ പറന്നു പോയാൽ ആരും അതിൻ്റെ ചിറകടി ശബ്ദം കേൾക്കുകയില്ല. അതുപോലെ ആരും അറിയാതെ ഞാനൊരു ദിവസം ഇങ്ങനെ ചിറകടിച്ച് എൻ്റെ നാഥൻ്റെ അരികിലേക്ക് അവൻ വിളിക്കുമ്പോൾ പറന്നു പോകും. ഞാൻ ഓടിച്ചെല്ലും, ആരും അറിയുകയില്ല. അൽഫോൺസാമയ്ക്ക് കൃത്യമായി അറിയാമായിരുന്നു അൽഫോൺസാമയുടെ മരണ നിമിഷങ്ങളെക്കുറിച്ച്. അതൊരു പാരവശ്യത്തോടു കൂടി ആയിരിക്കുമെന്നും അത് എപ്പോൾ ആയിരിക്കുമെന്നും കൃത്യമായി പ്രവചിച്ചിരുന്നു. ഒരു 28-ാം തീയതി ഞായറാഴ്ചയാണ്. ദിവ്യബലി നടക്കുന്ന സമയത്ത് പതിവ് പോലെ വാതിൽക്കൽ നിന്ന് ബലിയിൽ സംബന്ധിക്കുമ്പോൾ സഹസന്യാസിനിയായ ഗബ്രിയേലമ്മ തിരിച്ചറിയുന്നു അൽഫോൺസാമയ്ക്ക് പാരവശ്യം ആരംഭിച്ചു. പാരവശ്യം എന്ന് പറയുമ്പോൾ ശ്വാസം എടുക്കാൻ കഴിയാതെ കട്ടിൽ നിന്നിങ്ങനെ ഉയർന്നും താഴ്ന്നും ഒരു 100-ലേറെ തവണ ഛർദ്ദിക്കുമായിരുന്നു. ശ്വാസതടസ്സം, വലിയ പരവേശം, വിയർത്ത് ശരീരം മരവിച്ചതുപോലെ ആവുന്ന ഒരവസ്ഥ. ഈ പാരവശ്യം നീണ്ട മണിക്കൂറുകളിൽ ഇങ്ങനെ കടന്നു പോകും. അതിനുശേഷം കട്ടിലിൽ ഒരു മൃതശരീരം പോലെ തന്നെ അൽഫോൺസാമ ഇങ്ങനെ കിടക്കും. ഇതൊരു വലിയൊരു അവസ്ഥയാണ്. ഇത് എപ്പോഴും ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്ന ഒരവസ്ഥയാണ്. എന്താണെങ്കിലും അൽഫോൺസാമ അന്നേ ദിവസം എല്ലാ ദിവസം പോലെയാണെന്ന് കരുതി ചുറ്റും നിന്നവരോട് ഇങ്ങനെ പറഞ്ഞു: ഇത് ഗൗരവമുള്ള ദിവസമാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ സഹനം എനിക്ക് താങ്ങാൻ പറ്റുന്നതിലും അധികമാണ്. നിങ്ങൾ നിയോഗം വെച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അതിനുശേഷം
ഒരു 11 മണിയോടെ ഈ പാരവശ്യം അവസാനിക്കുന്നത് പോലെ തോന്നി. വീണ്ടും അൽഫോൺസാമ്മ ചോദിച്ചു, സമയം എത്രയായി? സമയം രോഗിണിയായി കിടക്കുന്ന ഈ സിസ്റ്ററെ സംബന്ധിച്ച് ഒരു വിഷയമല്ല. മണി 12 അൽഫോൺസാമ്മ പറഞ്ഞു, എന്നെ വസ്ത്രങ്ങൾ ധരിപ്പിക്കുവിൻ. അപ്പോൾ കണ്ടുവന്നവർ പറഞ്ഞു, വസ്ത്രം ധരിച്ചിട്ടുണ്ടല്ലോ. അല്ല, പുതിയ വസ്ത്രങ്ങളും പുതിയ കപ്പൂസും എന്നെ ധരിപ്പിക്കണം. അൽഫോൺസാമ്മ പോകുവാനുള്ള സമയമായി എന്ന് അവരോട് പറയുകയാണ്. എൻ്റെ നെഞ്ചിൽ ഒരു ശബ്ദം കേൾക്കുന്നില്ലേ? എത്ര മനോഹരമാണത്! ചുറ്റും നിന്നവർക്ക് കാര്യങ്ങൾ അങ്ങ് പിടികിട്ടുന്നില്ല. കാരണം ഇതിനു മുമ്പും ഇങ്ങനെയുള്ള സംഗതികൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അൽഫോൺസാമ്മ ഏറെ ഭക്തിയോടുകൂടി സൂക്ഷിച്ചിരുന്ന വ്യാകുലമാതാവിൻ്റെ ഒരു രൂപത്തിലേക്ക് നോക്കി. അവസാനമായി ആ വ്യാകുലമാതാവിനെ നോക്കി പുഞ്ചിരിച്ച് ഏറെ നേരം ആ അമ്മയെ നോക്കി ധ്യാനിക്കുമായിരുന്നു അമ്മയുടെ വ്യാകുലങ്ങൾ. അന്ന് വ്യാകുലമാതാവിനെ നോക്കി പുഞ്ചിരിച്ച് കട്ടിലിലേക്ക് ശാന്തമായി കിടക്കുകയാണ്. മരിച്ചു എന്ന് പോലും ആർക്കും മനസ്സിലാവാത്ത തരത്തിൽ ആ പാരവശ്യത്തിൻ്റെ ഇടയിൽ യാത്രയാവുകയാണ്. അപ്പോഴാണ് വടക്കേലച്ചൻ പറയുക, ഒരു വിശുദ്ധ മരിച്ചുവെന്ന്. ഇതിൻ്റെ തലേദിവസം 27-ാം തീയതി ഫൊറോന പള്ളിയുടെ വികാരിയച്ഛനായിരുന്ന പ്ലാത്തോട്ടത്തിൽ കുരുവിളയച്ചൻ ഈ സിസ്റ്ററെ കാണാൻ വരിക. രോഗിണിയായി കിടക്കുന്ന സിസ്റ്ററിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ, അച്ഛ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നാളെ ഒരു യുദ്ധമുണ്ട് അച്ഛ. അതിന് മറുപടിയായിട്ട് അച്ഛൻ പറഞ്ഞു, എത്ര യുദ്ധങ്ങൾ നീ കടന്നുപോയോളാ, നിന്റെ പഴയ ആയുധങ്ങൾക്ക് നീ മൂർച്ച കൂട്ടുക. അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ അച്ഛനു വേണ്ടിയും പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, അൽഫോൺസാമ്മയുടെ ജീവിതത്തിൻ്റെ ഒരവസാന കാലഘട്ടത്തിൽ എങ്ങനെയാണ് അൽഫോൺസാമ്മ ഇവിടെ നിന്ന് യാത്രയായത് എന്നുള്ള ആ രംഗങ്ങളാണ് ഞാൻ പറഞ്ഞത്. അൽഫോൺസാമ്മയുടെ ജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുകയും പറയുകയും നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഒരു വലിയ പ്രശ്നമുണ്ട്. അൽഫോൺസാമ്മ ഇങ്ങനെയാണ് പറയുക, ഒരു പരിമളച്ചെപ്പ് പോലെ ദൈവം മാത്രം എല്ലാം അറിഞ്ഞാൽ മതി എന്നും പറഞ്ഞ് ഞാനെല്ലാം അടച്ചു വച്ചിരിക്കുകയാണെന്നാണ്. സുഹൃതങ്ങളുടെ പരിമളച്ചെപ്പ് പോലെ അൽഫോൺസാമ്മയുടെ ജീവിതത്തെ ഇങ്ങനെ അടച്ചു വയ്ക്കാനായി പരിശ്രമിച്ചു. അൽഫോൺസാമ്മയുടെ നോവിസ്റ്റേറ്റ് കാലഘട്ടത്തിലെ ആത്മീയ നിയന്താവായിരുന്ന ലൂയിസ് അച്ഛനും ഉർശിലാമ്മയും മാതാപിതാക്കളുടെ വലിയ സ്നേഹത്തിൽ വളർന്നവളല്ല അൽഫോൺസാമ്മയെ നമുക്കറിയാം. അൽഫോൺസാമ്മ ജനിച്ചതിന് 29-ാമത്തെ ദിവസം അമ്മ മറിയ മരിച്ചു. പിന്നെ യൗസേപ്പ് പിതാവ് മറ്റു മക്കളുടെ കൂടെ വളർത്തുന്നതിനായിട്ട് ബുദ്ധിമുട്ട് വന്നു. അങ്ങനെ മുരിക്കൻ തറവാട്ടിലെ പേരമ്മ വളർത്തുന്നു. ഈ ചരിത്രം നമുക്ക് അറിയാവുന്നതാണ്. മാതാപിതാക്കളുടെ കൃത്യമായ സ്നേഹം ലഭിക്കാതിരുന്ന അൽഫോൺസാമ്മയ്ക്ക് മാതാവും പിതാവുമായിരുന്നു ഈ ഉർശിലാമ്മയും ലൂയിസ് അച്ഛനും ഒക്കെ. അപ്പോൾ ഉർശിലാമ്മ പലപ്പോഴും തിരിച്ചറിഞ്ഞൊരു സത്യം, ഇതൊരു സാധാരണ കന്യാസ്ത്രീ അല്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ആവിലായിലെ അമ്മ ത്രേസ്യായെ പോലെ ഒരു വലിയ മിസ്റ്റിക്കായിരുന്നു അൽഫോൺസാമ്മ എന്ന് ചില സൂചനകൾ കാണുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാകും. അൽഫോൺസാമ്മയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിരുന്നു ഒരു കാര്യങ്ങളും തന്നെക്കുറിച്ച് തന്നെ വെളിപ്പെടുത്തുവാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യയെ പോലെ ഒരു ആത്മകഥ എഴുതി വെച്ചിട്ട് പോകാമായിരുന്നു, പക്ഷെ അത് ചെയ്തില്ല. അതിന് ഉർശിലാമ്മ മദറായിരിക്കുന്ന സമയത്ത് അൽഫോൺസാമ്മയോട് ആവശ്യപ്പെടുമ്പോൾ അൽഫോൺസാമ്മ പറയുകയാണ്, എൻ്റെ ജീവിതം എൻ്റെ മരണശേഷം ആരും ഓർക്കേണ്ട കാര്യമില്ല. ഞാൻ ഒരു പുഴു സമമായ ജീവിതമാണ്. ഇതിലെന്ത് വലിയ കാര്യമിരിക്കുന്നു? ആരും അത് ഓർമ്മിക്കുക പോലും വേണ്ട, മറന്നു കളഞ്ഞേക്കുക. അപ്പോൾ അതിനു മുമ്പ് കുറിച്ചു വച്ചിരുന്ന ചില പേപ്പറുകൾ, ചില കാര്യങ്ങൾ അൽഫോൺസാമ്മ കരഞ്ഞ് ഉർശിലാമ്മയെ കൊണ്ട് കീറിക്കളയിച്ച സംഭവമുണ്ട്. അൽഫോൺസാമ്മയുടെ ജീവിതത്തിൽ ഈ സുഹൃതങ്ങളിലേക്ക് കടന്നതിന് ശേഷം നമുക്ക് ഈ മിസ്റ്റിക്കൽ അനുഭവങ്ങളിലേക്ക് കടക്കാം. സുഹൃതങ്ങളിൽ സുഹൃതജപം പഠിപ്പിക്കുന്നതിൽ അൽഫോൺസാമ്മ
ഭയങ്കര താല്പര്യം കാണിച്ചിരുന്നു. ഈ സുഹൃതജപം, ദൈവമേ ഞാൻ അങ്ങയുടെ സ്നേഹാഗ്നി ജ്വാലയിലെ ഒരു പൊരിയാകട്ടെ. അൽഫോൻസാമയുടെ പ്രാർത്ഥനയായിരുന്നു. ഞാൻ ഒരു പരമാണുവും, അത് ഏറ്റവും നിസ്സാരമായ ഒരു വസ്തുവും, പരമാണു എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഞാനൊരു പരമാണുവും അങ്ങയുടെ സ്നേഹാഗ്നി ജ്വാലയിലെ അഗ്നിയിലെ ഒരു പൊരിയുമായി തീരട്ടെ. അങ്ങനെ ഉള്ള പ്രാർത്ഥനകൾ, അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയുടെ പുത്രനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പൂങ്കാവനമാക്കി എൻ്റെ ഹൃദയത്തെ മാറ്റണമേ. ദിവികാരിനെ സ്വീകരിക്കാൻ പോകുന്നതിന് മുമ്പ് അമ്മ ചൊല്ലുന്ന സുഹൃതജപമായിരുന്നു. അങ്ങനെ ഒത്തിരി സുഹൃതജപങ്ങൾ അമ്മ ചുറ്റുമുള്ളവരെ പഠിപ്പിച്ചു. അങ്ങനെ അൽഫോൻസാമ സുഹൃതങ്ങൾ നിറഞ്ഞ ജീവിതത്തിൽ നിന്നാണ് ഈ സുഹൃതജപങ്ങൾ പഠിപ്പിക്കുക. അൽഫോൻസാമയുടെ ഏറ്റവും വലിയ ഒരു പുണ്യം എളിമ തന്നെയായിരിക്കും. സഹനം തീർച്ചയായും. എളിമയെ പരീക്ഷിക്കുന്നതിന് വേണ്ടി ഒത്തിരി സംഭവങ്ങളുണ്ട്. അതിൽ 1, 2, 3 സംഭവങ്ങൾ ഞാൻ വേഗത്തിൽ പറയാം. നമുക്ക് അറിയാവുന്നതാണ് പലർക്കും. ഒന്ന്, ലൂയിസ് അച്ഛൻ നോവിഷ്യേറ്റ് കാലഘട്ടത്തിൽ അൽഫോൻസാമയോട് പറയുകയാണ്, എല്ലാവരും മുമ്പിൽ വെച്ച് നിന്റെ തലമുണ്ട് എടുത്ത് മാറ്റാൻ പറയുക. അൽഫോൻസാമയെ സംബന്ധിച്ച് എല്ലാവരും സ്റ്റക്കായി. കണ്ണുനീരോടുകൂടി ആ തലമുണ്ട് എടുത്ത് മാറ്റാനായിട്ട് അൽഫോൻസാമ തുടങ്ങുമ്പോൾ വേണ്ടാന്ന് പറയാം. മറ്റുള്ളവരുടെ മുമ്പിൽ ഏതും അനുസരിക്കുന്ന അൽഫോൻസാമയെ ഒരു പാഠമാക്കി കാണിച്ചു കൊടുക്കാനാണ്. അതുപോലെ ജെയിംസ് കാളാശ്ശേരി പിതാവ് ഇവരെ നോയിസസിനെ കാണാനായിട്ട് വരുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഭക്ഷണത്തിൻ്റെ പേര് പറഞ്ഞു ഇവിടെ കംപ്ലൈൻറ്റ് പറയുന്നതായിട്ട് അറിഞ്ഞല്ലോ. എല്ലാവരും പറഞ്ഞു, ഇല്ല പിതാവേ, ഞങ്ങൾ ആരും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ലല്ലോ. അൽഫോൻസാമ മുന്നിൽ ചെന്ന് മുട്ടുകുത്തി, ക്ഷമിക്കണം പിതാവേ എന്ന് പറഞ്ഞു. സത്യത്തിൽ ആരും കംപ്ലൈൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഒരു ആരോപണം വരുമ്പോൾ അതിൽ യാഥാർത്ഥ്യമില്ലെങ്കിൽ പോലും നമുക്കറിയാവുന്നതാണ്. അവിടുത്തെ ഒരു പഴം കാണാതെ പോയി അതിൻ്റെ കുറ്റമേറ്റ് എല്ലാ സിസ്റ്റേഴ്സിൻ്റെ മുമ്പിൽ പോയെന്ന് ക്ഷമ പറഞ്ഞ അൽഫോൻസാമ പിറ്റേ ദിവസം അതിൽ എലിയെടുത്തതായിരുന്നു, അടുത്ത് വെച്ച് കണ്ടു കിട്ടുകയാണ്. അതുപോലെ അൽഫോൻസാമയുടെ കാളാശ്ശേരി പിതാവ് ഒരു തവണ ആവശ്യപ്പെടുകയാണ്, ഇങ്ങനെ കസേര, പിതാവിന് ഇരിക്കാനായിട്ടൊരു കസേര കൊണ്ട് കൊടുത്തു. അൽഫോൻസാമ അടുത്തുണ്ട്. അൽഫോൻസാമയോട് പറഞ്ഞു ആ കസേരയിൽ ഇരിക്കാൻ. അൽഫോൻസാമ അനുസരിച്ച് അവിടെ ഇരുന്നു. ബാക്കിയുള്ളവർ വന്നപ്പോൾ പറഞ്ഞു, എനിക്ക് തന്ന കസേരയിൽ അഹങ്കാരിയായി ഇവള് കയറിയിരിക്കും, നിങ്ങൾ കാണുന്നില്ലേന്ന് ചോദിച്ചു. അൽഫോൻസാമ അവിടെ നിന്ന് ഉരുകിപ്പോയി. അതുപോലെ നിത്യവ്രതം നടത്താത്തവർ ഒരിക്കലും കറുത്ത വെയിൽ ധരിക്കാൻ പാടില്ല. എന്നാൽ അവിടുത്തെ സിസ്റ്റേഴ്സ് അൽഫോൻസാമയെ പരിശോധിക്കുന്നതിന് വേണ്ടി കറുത്ത വെയിൽ ധരിപ്പിച്ച് 2-3 ദിവസം അവിടെ മുതിർന്ന സിസ്റ്റേഴ്സിൻ്റെ കൂടെ വിടുക. അപ്പോൾ എല്ലാവർക്കും ആകെ ആശ്ചര്യമായി. ഇതെന്തൊരു പരിപാടിയാണ്, നമ്മുടെ ക്രമം തെറ്റിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതം. അങ്ങനെ ഈ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ഏറ്റെടുക്കുന്നതിന് ചെറുപ്പം മുതൽ അൽഫോൻസാമ ജീവിതത്തിൻ്റെ ഒരു നീണ്ട കാലഘട്ടം മുരിക്കൻ തറവാട്ടിലായിരുന്നു. അവിടെ പെൺകുട്ടിയായിട്ട് അൽഫോൻസാമ മാത്രമേ ഉള്ളൂ, ബാക്കി മുഴുവൻ ആണുങ്ങളാണ്. ഇവർ ചെയ്യുന്ന ഓരോ കുറ്റങ്ങളും അൽഫോൻസാമ ഏറ്റെടുത്തിരുന്നു. അതുപോലെ അടുക്ക്, ചിട്ട. അൽഫോൻസാമ ഇങ്ങനെ 6 അടി ദൂരത്തിനപ്പുറം നോക്കത്തില്ലായിരുന്നു. അങ്ങനെ തുള്ളിച്ചാടി നടക്കാൻ താല്പര്യപ്പെട്ടില്ല. മുരിക്കൻ തറവാട്ടിലെ അമ്മ എപ്പോഴും മുരിക്കലെ മിണ്ടാപ്പെണ്ണെന്നായിരുന്നു അൽഫോൻസാമയുടെ ഇരട്ടപ്പേര്. പുറത്തു പോകുമ്പോൾ അനാവശ്യ സംസാരങ്ങൾ, അതായത് പിശുക്കനായ മനുഷ്യൻ, ലുബ്ധനായ മനുഷ്യൻ പണം ചെലവഴിക്കുന്നതിനേക്കാൾ ശ്രദ്ധയോടെ വേണം നമ്മൾ വാക്കുകൾ ഉപയോഗിക്കാനെന്ന് അൽഫോൻസാമ പറയുമായിരുന്നു. വാക്കുകൾ അത്ര ശ്രദ്ധിച്ച് ഉപയോഗിച്ച പുണ്യവതി. അങ്ങനെ ഈ അൽഫോൻസാമയുടെ ജീവിതത്തിൽ എളിമയും പരിത്യാഗവും നിറഞ്ഞു നിന്നിരുന്നു. അതുപോലെ സഹനങ്ങൾ ഏറ്റെടുക്കുന്നതിൽ, സഹനങ്ങൾ വന്നതിന് പുറമെ നോവിഷ്യേറ്റ് കാലത്താണ് കാളശ്ശേരി പിതാവിനെ വിളിച്ച് തിരിച്ചയക്കുന്നതിനായിട്ടുള്ളൊരു ശ്രമം നടത്തുക. അതിനു മുമ്പ് തന്നെ നമുക്കറിയാം അൽഫോൻസാമയുടെ കാല് പൊള്ളിയ കഥ. വെറുതെ കാലിൻ്റെ ഒരു അറ്റം പൊള്ളിയതല്ല കേട്ടോ. കാല് ശരിക്ക് വെന്ത് പഴുത്ത് ഇങ്ങനെ അവിടെ നിന്നുണ്ടാകുന്ന ഒഴുകുന്ന പഴുപ്പിങ്ങനെ കോരിക്കളയണമായിരുന്നു. പേരപ്പനും പേരമ്മയും തമ്മിലുണ്ടായ വഴക്കിൽ ഒരു കാല് നാട്ടുവൈദ്യം നോക്കി, മറ്റേ കാല് ഡോക്ടർ നോക്കി. നാട്ടുവൈദ്യം നോക്കി ഇത് മുഴുവൻ ആകെ പഴുത്ത് വ്രണമായി. അത് കത്തി കൊണ്ടിങ്ങനെ മുറിച്ച് തുണിക്ക് കെട്ടി വെക്കണമായിരുന്നു. അത് ജീവിതകാലം മുഴുവനും അതിൻ്റെ വ്രണം കാലിൽ അവശേഷിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അൽഫോൻസാമ നോവിഷ്യേറ്റ് കാലഘട്ടത്തിൽ വീണ്ടും വലിയ രക്തസ്രാവം, മൂക്കിലൂടെയും വായിലൂടെയും പോലും ഇങ്ങനെ രക്തം വരുന്ന അവസ്ഥ. അപ്പോൾ എന്തായാലും നോവിഷ്യേറ്റിലെ ചിട്ടവട്ടങ്ങളൊന്നും പാലിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ വരുമെന്ന് കരുതി പറഞ്ഞു വിടാനായിട്ട് തീരുമാനിക്കുക. അതിനു മുമ്പ് തന്നെ മടത്തി വെച്ച് തന്നെ കല്യാണത്തിനുള്ള ആലോചനകൾ നടത്തി പറഞ്ഞു വിടാനുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു.
അതെല്ലാം മറികടന്ന് ഞാൻ എൻ്റെ മണവാളനുമായി നടത്തിയിരിക്കുന്ന വിവാഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ ഈശോയുടെ 5 തിരുമുറിവുകളെ പ്രതി എന്നെ നിർബന്ധിക്കരുതേ പേരപ്പ എന്ന് പറഞ്ഞ് കരയുന്ന രംഗങ്ങളൊക്കെ നമുക്കറിയാം. എന്താണെങ്കിലും കളശ്ശേരി പിതാവ് പറയാണ്, ഞാൻ അവളെ ഒന്ന് കാണട്ടെ. അൽഫോൺസാമ്മയുടെ ജീവിതത്തിൽ അൽഫോൺസാമ്മയുടെ വിശുദ്ധിയുടെ ഏറ്റവും വലിയ പരിമളം മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും വലിയ ഒരു തീരുമാനം എടുത്ത വ്യക്തിയാണ് ജെയിംസ് കാളാശ്ശേരി പിതാവ്. അദ്ദേഹം വന്നിട്ട് ഇങ്ങനെയാണ് പറയുക, ഇവൾ ഇവിടെ കിടന്ന് മരിക്കുവാണെങ്കിൽ മരിച്ചോട്ടെ, ഇവളെ ഭരണങ്ങാനത്തേക്ക് തിരിച്ചു വിടണ്ട. ചങ്ങനാശ്ശേരി മഠത്തിൽ വെച്ചാണ് അൽഫോൺസാമ്മ ഈ നോഷ്യേറ്റ് നടത്തുക. അവിടെ വെച്ചിട്ടാണ് ചാവറയച്ചൻ പ്രത്യക്ഷയാകുന്നതൊക്കെ. ചാവറയച്ചൻ പ്രത്യക്ഷപ്പെടുന്നു, പിന്നീട് കൊച്ചു ത്രേസ്യ പുണ്യവതിയും ചാവറയച്ചന് പിന്നീടും വരുന്നു, പിതാവിൻ്റെ മലമ്പനി ഏറ്റെടുക്കുന്നു. ഇതൊക്കെ നമുക്കറിയാവുന്ന സംഭവങ്ങളാണ്. ഉർശിലാമ ചെന്ന് നോക്കുമ്പോൾ മിണ്ടടക്കത്തിൻ്റെ സമയത്ത് അൽഫോൺസാമ്മ സംസാരിക്കുക. നീ ആരോടായി സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആശീർവാദം വാങ്ങിക്കോട്ടെ. മുട്ടുകുത്തിയ ചാവറയച്ചനിൽ നിന്ന് ആശീർവാദം വാങ്ങുന്ന രംഗത്താണ്. നീണ്ട 9 ദിവസം അവിടെ ഈ അൽഫോൺസാമ്മയുടെ രോഗശാന്തിക്ക് വേണ്ടി ചാവറയച്ചനോട് നടത്തുന്ന നൊവേന നടന്നുകൊണ്ടിരിക്കുക. ഉടനെ ഉർശിലാമ ചോദിക്കുകയാണ്, ചാവറയച്ചനാണോ വന്നത്? അപ്പോൾ അൽഫോൺസാമ്മ പറയാണ്, ഒരുപക്ഷെ എൻ്റെ തോന്നലോ സ്വപ്നമോ ആയിരിക്കാം. ഇതിന് ശേഷം വീണ്ടും വലിയ രോഗാവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അൽഫോൺസാമ്മയെ ചാവറയച്ചൻ കൈപിടിച്ച് കൊണ്ടു നടക്കുന്ന രംഗങ്ങളുണ്ട്. അപ്പോൾ കൊച്ചു ത്രേസ്യ പുണ്യവതി പ്രത്യക്ഷപ്പെട്ടോ എന്ന് ഉർശിലാമ ചോദിക്കുന്ന സമയത്ത്, കൊച്ചു ത്രേസ്യ പുണ്യവതി പ്രത്യക്ഷപ്പെടാൻ മാത്രം ഞാൻ അത്ര നല്ലവളൊന്നുമല്ല, എൻ്റെ അടുത്തൊരു കർമ്മലീത്ത കന്യാസ്ത്രീ വന്നിരുന്നു, എന്നെ തൊട്ട് എനിക്ക് സുഖം തന്നു. പ്രിയപ്പെട്ടവരെ, അൽഫോൺസാമ്മയ്ക്കുണ്ടായ പാരവശ്യത്തിൻ്റെ രാത്രി ഉറക്കമില്ലാത്ത രാത്രികളുണ്ടായി. അപ്പോൾ അൽഫോൺസാമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, ഈ പാരവശ്യം രാത്രി കാലങ്ങളിലേക്ക് മാറ്റി കൊടുക്കാൻ. പകൽ നോക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല, രാത്രിയിലാണ് ഈ സഹനങ്ങൾ മുഴുവൻ. അങ്ങനെ അഭൗമികമായ അനവധി അനുഭവങ്ങളിലൂടെ അൽഫോൺസാമ്മയുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയി. പക്ഷേ ആരോടും ഇതൊന്നും പങ്കുവയ്ക്കുവാൻ അൽഫോൺസാമ്മ തയ്യാറായിരുന്നില്ല. അൽഫോൺസാമ്മയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പകർത്തേണ്ടുന്ന ഏറ്റവും വലിയൊരു കാര്യം കുരിശിനോടുള്ള സ്നേഹം തന്നെയാണ്. കുരിശിനോട് വലിയ വിമുഖത കാണിക്കുന്ന ഒരു കാലമാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് വരുന്ന നിന്ദാപമാനങ്ങൾ, മറ്റുള്ളവർ പറയുന്നതിൽ യാഥാർത്ഥ്യമില്ലെങ്കിൽ നമ്മൾ പെരുമാറുന്ന രീതികൾ എല്ലാം ഈ കാലഘട്ടത്തിൽ അൽഫോൺസാമ്മയിൽ നിന്ന് സഭ, പ്രത്യേകമായി കേരളത്തിലെ സഭ പഠിക്കേണ്ടുന്ന സമയമാണ്. അൽഫോൺസാമ്മ ഈ സഹനങ്ങൾ മുഴുവൻ ഏറ്റെടുത്തിട്ട് പറഞ്ഞ ഒരു കാര്യം, സമർപ്പിതർ, സന്യസ്തർ ജീവിതത്തിൻ്റെ വിശുദ്ധിക്കുറവും വിശ്വസ്തതയില്ലായ്മയും മൂലം ഈശോയുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതിന് ഞാൻ അവിടുത്തെ സമാശ്വസിപ്പിക്കുകയാണ്. അൽഫോൺസാമ്മയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവർക്കുമായി കൊടുക്കാനുള്ള ഒരു മനസ്സാണ്. അൽഫോൺസാമ്മയുടെ കുഴിമാടത്തിൽ കുട്ടികൾ തിരികൊണ്ടു വെച്ചു എന്ന് പറയുമ്പോൾ അത് യാദൃശ്ചികമെന്ന് കരുതരുത്. ജീവിതത്തിലുടനീളം അൽഫോൺസാമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന കാര്യം ചെറുതിരികളായിരുന്നു. എവിടുന്നേലും ഒരു ചെറിയ തിരിക്കഷ്ണം കിട്ടിയാൽ വലിയ സന്തോഷമായിരുന്നു. അത് എടുത്തു വയ്ക്കും. കാരണം 2ാം ലോകമഹായുദ്ധത്തിൻ്റെ കാലമാണ്. വിളക്കുകൾ കുറച്ചേ കത്തിക്കാൻ സാധിക്കുകയുള്ളൂ. മണ്ണെണ്ണയ്ക്ക് ക്ഷാമമുണ്ട്. അൽഫോൺസാമ്മ ഈ തിരികൾ അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തർക്കും അവരുടെ ആവശ്യാനുസരണം ഇങ്ങനെ കൊടുക്കും. അല്ലെങ്കിൽ വഴിക്ക് ഇങ്ങനെ കത്തിച്ച് നിൽക്കും. ഇങ്ങനെ തപ്പി തടവി അടുത്ത മുറിയിലേക്ക് ചെന്ന് അവർക്ക് തിരികൾ കൊടുക്കും. നോഷ്യേറ്റ് കാലത്തിൽ പുതിയൊരു ശിരോവസ്ത്രം കിട്ടിയപ്പോൾ അത് മറ്റൊരു സിസ്റ്ററിന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ അത് സമ്മാനിച്ചു. പിറ്റേ ദിവസം കാലത്ത് ഇടാൻ വേറെ ഇല്ല, എല്ലാം മുഷിഞ്ഞ് കിടക്കുക. രാത്രിയിൽ അത് അലക്കി ഉണക്കി പിറ്റേ ദിവസം ഇടുക. അപ്പോൾ എന്തിനാ? എന്നെക്കാട്ടിലും അത് ഇഷ്ടപ്പെട്ടത് അവൾക്കാണ്. അതുപോലെ അൽഫോൺസാമ്മ ഏറെ ആഗ്രഹിച്ച് വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ ഒരു തിരിശേഷിപ്പ്, അത് അടുത്ത ആഴ്ച തന്നെ ഒരു വൈദികൻ അവൾ അറിയാതെ തന്നെ അയച്ചു കൊടുക്കുക. അത് കിട്ടി. അത് അൽഫോൺസാമ്മ ഏറെ വേദനിപ്പിച്ച ഒരു സന്യാസിനിക്ക് സമ്മാനിക്കുകയാണ്. അതുപോലെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും മറ്റുള്ളവർക്കായി സമ്മാനം നൽകുന്നതിൽ അൽഫോൺസാമ്മ എപ്പോഴും തൽപരയായിരുന്നു. അപ്പോൾ ഒരു കുടിക്കുന്ന വെള്ളം അസുഖമാണല്ലോ. അപ്പോൾ നോക്കുന്ന സിസ്റ്റേഴ്സ് ചോദിച്ചു, ആ കുപ്പി എന്തി? ഒച്ചത്തിൽ ചോദിക്കരുത്, അത്യാവശ്യമുള്ള ഒരാൾക്ക് കൊടുത്തു, ഒരുപക്ഷെ അത് ആ സിസ്റ്റർ ചിലപ്പോൾ തിരിച്ചു തരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ചോദിക്കരുത്. നിനക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇങ്ങനെ കൊടുത്താൽ എങ്ങനെ ശരിയാവുക?
തമ്പുരാനെല്ലാം കാണുന്നുണ്ട്. നമ്മൾ എത്ര കൊടുത്താലും നമ്മുടെ ആവശ്യങ്ങളനുസരിച്ച് തമ്പുരാനെല്ലാം തരാൻ സാധിക്കും. അവസാന നാളുകളിലാണ് കേട്ടോ അൽഫോൺസാമ്മ ഒരു 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 ബെഡ്ഷീറ്റും ഒരു തലേണയൊക്കെ ഉപയോഗിച്ചു തുടങ്ങിയത്. എല്ലാം മറ്റുള്ളവർക്കായി ഇങ്ങനെ കൊടുക്കുന്നതിന് വലിയ താല്പര്യം കാണിച്ചിരുന്ന പുണ്യജീവിതമായിരുന്നു അൽഫോൺസാമ്മയുടേത്. അതുകൊണ്ട് അൽഫോൺസാമ്മ 36 വർഷം ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചു. 36 വർഷക്കാലം അൽഫോൺസാമ്മയുടെ വിശുദ്ധിയുടെ പരിമളച്ചെപ്പ് ആരും കാണാതെ ബലം പിടിച്ചെന്നോണം അടച്ചു വെച്ചു. എന്നാൽ തമ്പുരാൻ അത് മലർക്ക തുറന്നു. അങ്ങനെയാണ് ഭരണജ്ഞാനം ഭാരതത്തിൻ്റെ ലിസ്യുവായി പരിണമിച്ചതും അവിടെ ജോൺ പോൾ രണ്ടാമൻ പാപ്പ, വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ സാന്നിധ്യത്തിൽ പോലും അൽഫോൺസാമ്മയുടെ വിശുദ്ധി പ്രഘോഷിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, കുരിശിനോട് വലിയ വിമുഖത കാണിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുക. ഈശോ സ്നേഹിക്കുന്നു എന്നാൽ കുരിശ് തന്നാണ് സ്നേഹിക്കുന്നത് എന്ന് അൽഫോൺസാമ്മ പറയുമ്പോൾ നമ്മൾ ഇപ്പോഴും അതിൻ്റെ പൊരുൾ മനസ്സിലാക്കിയിട്ടില്ല. നമ്മളുടെ സഭയിൽ, നമ്മളുടെ വിശ്വാസ ജീവിതത്തിൽ, നമ്മളുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് വന്നു ചേരുന്ന കുരിശുകളെ എല്ലാ ദിവസവും മാറ്റിത്തരണമേന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അൽഫോൺസാമ്മ പ്രാർത്ഥിച്ചത് എപ്പോഴും ദൈവമേ എനിക്ക് കൂടുതൽ കുരിശുകൾ തരണമേ എന്നാണ്. പേടിക്കേണ്ട, നമ്മൾക്ക് ഈ ഭൂമിയിലുള്ള ജീവിതം ഒരു സ്വപ്നം പോലെ തോന്നുന്ന ദിവസം സത്യമായും വരും. ശാശ്വതമായ ഒരു നിലനിൽപ്പ് ഇതിനപ്പുറമാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധരെല്ലാം നമ്മുടെ മുമ്പിൽ ഒരു സാക്ഷികളുടെ നിരയായി നിൽക്കുകയാണ്. നമുക്ക് അൽഫോൺസാമ്മയെ പോലെ ഒരു ഹൃദയവിചാരം ഉണ്ടാകണം. ദൈവമേ, ഞാൻ ഒരു പരമാണുവും അങ്ങയുടെ ഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയിലെ ഒരു പൊരിയുമായി തീരുന്നതിനായി എന്നെയും അനുഗ്രഹിക്കണമേ.